ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് PRT? അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ അവിടെ താഴെ കൊടുക്കാം. പോസ് ചെയ്ത് വായിച്ച് നോക്കിക്കോളൂ അറിയാത്തവർ. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ബേസിക്കലി വാട്ട് ഇറ്റ് ഈസ്. ഇപ്പം ഞാനൊരു നല്ലോണം കാശൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഐ എം ലൈക്ക് ഒരു പബ്ലിക് ഫിഗർ ആണ്. എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി, ഒരു ആക്ടർ, ആക്ട്രസ്, അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി ആണെന്ന് വെച്ചോളൂ. അപ്പോൾ എൻ്റെ ഇമേജ് നാട്ടുകാർക്കിടയിൽ, ഓഡിയൻസിനിടയിൽ വളരെ മോശമായി പോയിട്ടുണ്ട്. സോ നമ്മൾ ഇമേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ഒരു ടീമിനെ ഹയർ ചെയ്യും. ഐ പേ ദം ലോട്ട് ഓഫ് എമൗണ്ട് ആൻഡ് ഐ ഹയർ ദം ഫോർ മൈ പേഴ്സണൽ യൂസ്. ആൻഡ് വാട്ട് ഡേൽ ഡു എക്സാക്ട്ലി ഈസ്, അവർ നമ്മളെക്കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ ചാനലിൽ കൊടുക്കും. നല്ല നല്ല മൂവീസ് ചാനൽസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടും. നമ്മളുടെ ക്യാരക്ടറെ കുറച്ച് നന്നായിട്ട് കാണിക്കുന്ന രീതിയിലുള്ള ന്യൂസ്. ഇപ്പം നമ്മൾ ഇവിടെ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുന്നു, പലർക്കും ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ പാപ്പരാച്ചി കവർ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല നല്ല കുറേ കാര്യങ്ങൾ നമ്മൾ മീഡിയയിൽ പബ്ലിഷ് ചെയ്യും. സോ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്ത് വിചാരിക്കും, ഓ നമ്മൾ വിചാരിക്കുന്ന പോലെ ലൈക്ക് ഈസ് എ ഗുഡ് ഗൈ. അങ്ങനെ ഒരു സ്ലോ പോയിസൺ പോലുള്ള രീതിയിൽ നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മീഡിയ എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി ന്യൂസ്, ഇറ്റ് ക്യാൻ ബി അതർ ചാനൽസ്, ഇറ്റ് ക്യാൻ ബി ന്യൂസ് പേപ്പേഴ്സ്, ഇറ്റ് ക്യാൻ ബി സോഷ്യൽ മീഡിയ. യെസ്, നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക് നടക്കുമ്പോൾ ഒരാളെക്കുറിച്ച് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ പൊങ്ങി വരുമ്പോൾ അതിനൊപ്പം തന്നെ ഈ PR ടീം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനെയൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇമേജ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവേ മീഡിയയിൽ കൂടുതലായിട്ട് ഇടും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെന്ത് കരുതും, ഓ ഇവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഹീസ് എ ഗുഡ് ഗൈ ഓർ ഹീസ് എ ഗുഡ് പേഴ്സൺ. സോ നമുക്ക് എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്, ഇത്രയും നല്ല ഒരാൾ ഇങ്ങനെ കാണാൻ പോലും കിട്ടില്ല എന്ന് വെക്കുക. സോ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ PR ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്, കുറേ ഉദാഹരണമാണ് ബേസിക്കലി ടു സേ ലൈക്ക് ഫോർ ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഐ ഡോണ്ട് തിങ്ക് അത്രയ്ക്ക് ഇത് അങ്ങോട്ട് കയറി കൂടിയിട്ടില്ല. ബട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഈ PR ടീംസ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ ഇമേജ് ഫിക്സ് ചെയ്യുന്നത്. അതിലൊരു എക്സാമ്പിളാണ് നമ്മുടെ സൽമാൻ ഖാൻ. പുള്ളി എപ്പോഴൊക്കെ പ്രശ്നത്തിൽ പെടുന്നു, എപ്പോഴൊക്കെ എന്തെങ്കിലും പ്രോബ്ലത്തിൽ പെടുന്നു, ആരെങ്കിലും ഇടിക്കുന്നു, തല്ലുന്നു, ജയിലിൽ പോകുന്നു, വരുന്നു, അങ്ങനെ എന്തൊക്കെ പ്രശ്നം വന്നാലും ശരി, ഈ യൂസ് ഹിസ് PR ടീം. എന്നിട്ട് അവരുടെ PR ടീം സ്റ്റൺസ് കണ്ടിട്ട് നമ്മളൊക്കെ വിചാരിക്കും, ഓ വാവ്, അങ്ങനെ ഒരു മനുഷ്യനല്ലല്ലോ, ഇത്രയും നല്ല മനുഷ്യനാണല്ലോ. അതായത് ഈ പീക്ക് ഇഷ്യൂസ് ഉള്ള സമയത്ത് പുള്ളി എന്തെങ്കിലും സംതിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും PR ടീമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം. അതായത് ബീയിങ് ഹ്യൂമൻ എന്നുള്ള ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് പുള്ളിയുടെ ഇമേജ് ഏറ്റവും മാക്സിമം സ്പോയിലായിരിക്കുന്ന ടൈമിലായിരുന്നു. അതേപോലെ തന്നെ ബജ്രംഗി ഭായിജാൻ എന്നുള്ള മൂവി എടുത്തിട്ട് എല്ലാവരുടെയും മുന്നിൽ ഒരു ഹീറോ എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഇമേജ് ഫിക്സ് ചെയ്യാം. ഇത് മാത്രമല്ല, ഇതൊരു എക്സാമ്പിൾ, ചെറിയ ചെറിയ എക്സാമ്പിൾ പോലെ. പിന്നെ അടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദീപിക പദുക്കോണിൻ്റെ PR ടീമാണ് ദി ബെസ്റ്റസ്റ്റ് PR ടീം. എന്ന് വെച്ചാൽ പുള്ളിക്കാർ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നോ, അല്ലെങ്കിൽ എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നോ, അതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരുടെ PR ടീം ആക്ച്വലി വർക്ക് ചെയ്യും. പുള്ളി മറ്റേ ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയുടെ കരയുന്ന വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് മീഡിയയിൽ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളത് കാണുമ്പോൾ നമ്മൾ കരുതി, ഓ പാവം ദീപിക പദുക്കോൺ, വി ഷുഡ് റിയലി സപ്പോർട്ട് ഹർ. നമ്മുടെ നെക്സ്റ്റ് മൂവിയിൽ പുള്ളിനെ നന്നായി സപ്പോർട്ട് ചെയ്യണം, കാരണം അത്രയും സഫർ ചെയ്തിട്ട് വരുന്ന ആളാണ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നു. ബട്ട് ഇൻ ആക്ച്വൽ സംതിങ് ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, സോ പുള്ളിയുടെ PR ടീം എന്തെന്ന് വെച്ചാൽ വേറെയുള്ള സെലിബ്രിറ്റീസ് ഈ ഷോസൊക്കെ നടത്തില്ലേ, എന്ന് വെച്ചാൽ പ്രസ് കോൺഫറൻസ് പോലുള്ള സംഭവങ്ങൾ നടത്തുന്ന സമയത്ത് ദേ ഗോ ഇൻ ദാറ്റ് ഇവൻറ്റ് ആൻഡ് ആസ്ക് അബൌട്ട് ദീപിക. സോ ഒബ്വിയസ്ലി എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവും. നിങ്ങൾ എന്തിനാണ് ദീപികനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസിൽ എന്ന് വെച്ചാൽ അവർ ആൻസർ പറഞ്ഞു പോകും, ദീപിക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു ആൻസർ പറയും. സോ ദാറ്റ് ബിക്കംസ് എ ഡിസ്കഷൻ ടോപ്പിക്. സോ വീണ്ടും ദീപികയുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് റിലവൻസിയിലിരിക്കും. കാരണം ഇന്ന സെലിബ്രിറ്റി ടോക്ക് അബൌട്ട് ദീപിക, ഹീ ടോക്ക് അബൌട്ട് ദീപിക എന്നുള്ള രീതിയിൽ ന്യൂസ് വീണ്ടും വരും. ഓക്കെ, സോ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ദീപികയുടെ സക്സസിൻ്റെ റീസൺ എന്തെന്ന് ചോദിക്കുമ്പോൾ പല ബിഗ് സെലിബ്രിറ്റീസ് വരും, ആൻഡ് ഓവർ എൻതൂസിയാസ്റ്റിക് PR ടീം. That's what made Deepika a huge successful actress. സോ ഇനി അടുത്ത റിയലിസ്റ്റിക് എക്സാമ്പിൾ, കുറച്ചുകൂടെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സ്റ്റാർ കിഡ്സ് ഒക്കെ ലോഞ്ച് ആവുമല്ലോ, ഒരു കഴിവില്ലാതെ ഒന്നിനും കൊള്ളാത്ത കുറേ സ്റ്റാർ കിഡ്സ് ലോഞ്ച് ആവുമല്ലോ. സോ അവരുടെയൊക്കെ ന്യൂസ് കൂടുതൽ സോഷ്യൽ മീഡിയ വഴിയും ന്യൂസ് വഴിയും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഒരുപാട് പബ്ലിഷ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ പഹാഡിയ, സാറ അലി ഖാൻ്റെ ഒരു ലാസ്റ്റ് മൂവി വന്നില്ലേ, അതിൽ സാറ അലി ഖാൻ ചുറ്റും ഇങ്ങനെ ചാടി ഡാൻസ് കളിക്കുന്ന ഒരു തന്നില്ലേ, വീർ പഹാടി അങ്ങനെ എന്തോ അല്ല അവൻ്റെ പേര്. അവൻ വന്ന സമയത്ത് അവൻ്റെ കംപ്ലീറ്റ് ഫുൾ ഓഫ് അവനെക്കുറിച്ചുള്ള ന്യൂസ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ. അവൻ അമ്പലത്തിൽ പോകുന്നു, അവൻ ആൾക്കാരുടെ കൂടെ സംസാരിക്കുന്നു, പാവങ്ങൾക്ക് പൈസ കൊടുക്കുന്നു, ചാരിറ്റി ചെയ്യുന്നു. അതേപോലെ തന്നെ രവീന ടണ്ടൻ്റെ ഒരു മകൾ വന്നില്ലേ, ഏതാ സോങ് അത്, ഉയ്യമ്മ ഹായ് ഹായ് മെത്തുമാരൊക്കെ, ആ സോങ് വന്ന സമയത്തും ശ്രദ്ധിക്കണം. ഇവർ രണ്ടുപേരും അമ്മയും മോളും പബ്ലിക്കിൽ പോകുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു, അവർ ഇവിടെ പോകുന്നു, ചാരിറ്റി ചെയ്യുന്നു, പല ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്യുന്നു, പബ്ലിക് ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യുന്നു. സോ ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ആൾക്കാർക്ക് അവരെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ദേ വിൽ ഫീഡ് ദെയർ ഫേസ് ഇൻ ദെയർ മൈൻഡ്. എന്നിട്ട് എന്ത് തിങ്ക് ചെയ്യുന്നത് വെച്ചാൽ, ഓ
ഇങ്ങനെ ഒരു ആൾ വന്നിട്ടുണ്ട്. സോ കൂടുതൽ ന്യൂസ് വരുമ്പോൾ നമ്മൾ അതെല്ലാം കൂടുതൽ നമ്മുടെ മൈൻഡ് ഗ്രാസ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നും ദിസ് ഇസ് സംതിങ് വിച്ച് വി നോ, ഇതൊരു ഒരു ഒരു സെലിബ്രിറ്റി മകൻ അല്ല, നെപ്പറ്റിസം പ്രൊഡക്റ്റ് അല്ല എന്ന് നമുക്ക് തോന്നിപ്പോവും അറിയാതെ തന്നെ. സോ അതാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്തിനാ ഇത്രയും ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സൗത്തിലും ഈ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആക്ടർ വിജയുടെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, പേഴ്സണൽ ഇഷ്യൂസ് ആണ്, തികച്ചും പേഴ്സണൽ ഇഷ്യൂസ് ആണെങ്കിൽ പോലും അത് നമ്മൾ മീഡിയാസ് എല്ലാം എടുത്ത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഹീ റീസെൻ്റ്ലി കെയിം ഇൻ ടു പൊളിറ്റിക്സ്. ബട്ട് ആക്ച്വലി പുള്ളിക്കാരൻ്റെ പി ആർ ടീമും ട്രൈങ് ടു മേക്ക് ഇറ്റ് ലൈക്ക് നോർമലൈസ്, ഈ അഫയർ കാര്യങ്ങളെല്ലാം നോർമലൈസ് ചെയ്തുകൊണ്ട് പുള്ളി നല്ലതാണ് എന്നുള്ള രീതിയിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ അവർ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ തിങ്ക് മെജോറിറ്റി വന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ന്യൂസസ് കൂടുതൽ കിട്ടുന്നത്. ബട്ട് ഇൻ ഫ്യൂച്ചർ ഓൾസോ യു ക്യാൻ സീ മെനി ചാനൽസ്, മെനി റിപ്പോർട്ടേഴ്സ്, മെനി ഇൻഫ്ലുവൻസേഴ്സ് സപ്പോർട്ടിങ് ഹിം, മെൻഷനിങ് ഇതൊക്കെ ഓക്കെയാണ്, ഇതെല്ലാം നോർമലാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ തോന്നിക്കും. സോ നമുക്ക് പുള്ളിയുടെ അതിനുള്ള നല്ല നല്ല മൂവീസൊക്കെ കാണാൻ പറ്റും, നല്ല നല്ല വീഡിയോസ് ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണും. അപ്പോൾ നമ്മളതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും വാവ് എത്ര നല്ല മനുഷ്യനാണല്ലേ. ഞാൻ ആരെയും പേഴ്സണലി പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല, ഐ എം റിയലി സോറി. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് വാട്ട് വി സീ ഇസ് നോട്ട് റിയൽ, വാട്ട് വി ഹിയർ ഇസ് നോട്ട് റിയൽ. അവർ ഡിസൈഡ് ചെയ്യുന്നു, ഈ പി ആർ ടീംസ്, ഓരോരോ ആൾക്കാരുടെ പി ആർ ടീംസ് ഡിസൈഡ് ചെയ്യുന്നു വാട്ട് വി ഷുഡ് സീ, വാട്ട് അവർ ബ്രെയിൻ ഷുഡ് ബി ഫെഡ്. സോ അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യരുത്, ഇന്ന ആൾ ഇന്നതാണ്, ഇന്ന ആൾ ചീത്തയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വി ഷുഡ് നെവർ ജഡ്ജ് സംബഡി ബിക്കോസ് ഓഫ് ദർ പബ്ലിക് അപ്പിയറൻസ് ഓർ വാട്ട് എവർ വി സീ ഓൺ സോഷ്യൽ മീഡിയ. ഓക്കെ, താങ്ക് യു.